അതെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടനാടൻ രീതിയിൽ മീൻ വേവിച്ചതാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മീൻകറിയാണിത്. വളരെ പോപ്പുലറുമാണ്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളിലും മറ്റും കപ്പയും കുട്ടനാടൻ രീതിയിൽ മീൻകറി വളരെ പോപ്പുലറാണല്ലോ. ഈ മീൻകറി കറി വെച്ച് ഉടനെ തന്നെ കഴിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ പുളിയിട്ട് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആണല്ലോ എടുക്കുന്നത്. ഇത് അന്നേരം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കാം. 1 ടീസ്പൂൺ കടുകും 8-10 ഉലുവയും നമുക്ക് എടുത്തു വെക്കാം. ഒരു ചൂടായ മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഈ കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. ഇത് പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ള ഉള്ളി, ഒരു 3-4 ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചി ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും നമുക്ക് എടുക്കാം. ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. അതിൽ ഒരു ബിറ്റ് ഇഞ്ചി നമുക്കെടുത്ത് മാറ്റി വെക്കാം. അത് വഴറ്റുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഇനി വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അതിൽ നിന്ന് ഒരു 2 വെളുത്തുള്ളി നമുക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി ഒരു 4 തണ്ട് കറിവേപ്പില എടുത്ത് വെക്കാം. അതിൽ 2 തണ്ട് കറിവേപ്പില മാറ്റി വെക്കാം. അത് കറി വെക്കുമ്പോൾ അവസാനം ചേർക്കാനുള്ളതാണ്. ഇനി ഒരു 5-6 കുടംപുളി ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം. കടുകും ഉലുവയും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും ആ ചതച്ച് വെച്ച കുറച്ച് ഈ ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഒന്ന് താളിക്കാം. വല്ലാതൊന്ന് ചുമന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കുറച്ച് ഉപ്പും കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അത് വഴന്നു വരുന്ന നേരത്ത് അതിൽ ചേർക്കാനുള്ള പൊടികൾ നമുക്ക് എടുക്കാം. ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഒരു നുള്ളു മഞ്ഞളും ഒരു ലേശം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കി നമുക്ക് വെക്കാം. ഉള്ളിയും ഇഞ്ചിയും ഒക്കെ വഴന്നു വരുന്നതിലേക്ക് നമുക്കത് ചേർക്കാം. ഈ അരപ്പ് വല്ലാതെ അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയാൽ മതി. ആ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ കൂട്ടി ഒന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി വല്ലാതെ അങ്ങ് മൂത്ത് പോകരുത്. അതിൻ്റെ ഒരു നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ആ കുടംപുളിയും വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കാം. കൂടെ മീൻ വേകാൻ ആവശ്യമുള്ള 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം. ഇനി ഇത് 1 കിലോ മീനാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഒരു കണ്ടെയ്നറിൽ വെള്ളത്തിലാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസത്തേക്കിന് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇത് നല്ലപോലെ വെള്ളമെല്ലാം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞ് ഈ കറിയിലേക്ക് നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഗ്രേവി ചൂടാകാത്തത് കൊണ്ട് നമുക്ക് മീൻ നേരെ അതിലേക്കിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പോരെങ്കിൽ ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്.
ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. കൂട്ടത്തിൽ ആ മാറ്റി വെച്ച 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. പയ്യെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ചട്ടിയോടെ കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. വീണ്ടും അതൊന്ന് മൂടി വെച്ച് നമുക്ക് നോക്കാം. കറിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. കറി ഇപ്പോൾ ഏറ്റവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഉടനെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ. താങ്ക്സ് ഫോർ വാച്ചിങ്.